السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. സ്നേഹനിധികളായ എൻ്റെ മുത്തുമിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ എൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ സകലമാന പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ. അവർ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെ നീ ഹാസിലാക്കണല്ലോ. അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീച്ചു കൊടുക്കണല്ലോ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം മുറാദുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് മജ്ലിസിൽ ഇരിക്കുന്നവരുണ്ട് അല്ലോ. അവരെ സകലമായ മുറാദിനെ നീ ഹാസിലാക്കണല്ലോ. ഞങ്ങൾ ഈ മജ്ലിസിൽ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഇസ്തിഗ്ഫാറിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നീ ഉത്തരം നൽകണേ അല്ലാ. നീ ഉത്തരം നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ ഉത്തരം നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും നീ വിജയം കൊടുക്കണല്ലോ. പരാജയം ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാ. അല്ലാഹുവേ, ദുനിയാവിൽ ധാരാളം കാര്യങ്ങളല്ലോ ഞങ്ങൾ അനുഭവിച്ച് അല്ലാ. അല്ലാഹുവേ, നീ പ്രയാസം നൽകല്ലോ അല്ലാ. രോഗങ്ങളെ കൊണ്ട് അല്ലാഹുവേ നീ ബുദ്ധിമുട്ടിലാക്കല്ലോ അല്ലാ. ഉള്ളവർക്ക് ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണല്ലോ. കടങ്ങളിൽ മുങ്ങി നിൽക്കുന്നവര്, വലിയ പ്രയാസം അനുഭവിക്കുന്നവര്, തങ്ങളെ മജ്ലിസിൽ ദുആ ചെയ്യണേ, മജ്ലിസിൽ ദുആ ചെയ്യണേ എന്ന് സങ്കടം പറഞ്ഞവര് അല്ലാഹു ഇവരുടെ എല്ലാ കടങ്ങളും നീ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണല്ലോ. നീ എളുപ്പമാക്കണല്ലോ. നീ എളുപ്പമാക്കണേ തമ്പുരാനേ. ഞങ്ങൾ ധാരാളം ആളുകൾ പോയി അല്ലാഹു ഇവരുടെ ഖബറിടം നീ റാഹത്തിലാക്കണല്ലോ. സ്വർഗ സന്തോഷപൂരിതമാക്കണല്ലോ. അല്ലാഹു എല്ലാവരുടെയും ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ്, ഒരു വിരിപ്പിനെ നീ വിരിപ്പിക്കണല്ലോ. അങ്ങനെ ധാരാളം ആളുകൾ വലിയ പ്രയാസത്തിലാണ്. എപ്പോ കണ്ടാലും ശനിയാഴ്ച തിങ്കളാഴ്ചയും എൻ്റെ അടുത്ത് സമീപിക്കുന്നവർ എപ്പോ കണ്ടാലും
വലിയ പ്രയാസത്തിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ ഇടങ്ങേറിലാണ്. തങ്ങളെ പ്രത്യേകമായി ദുആ ചെയ്യണേ. അല്ലാഹുവേ, എല്ലാ സകലമായ പ്രയാസം നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. അവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണം അല്ലാഹ്. നീ പൊണീച്ചു കൊടുക്കണം അല്ലാഹ്. നീ പൊണീച്ചു കൊടുക്കണേ തമ്പുരാനെ. പവിത്രമാക്കപ്പെട്ട സഫർ മാസത്തിലെ 17ാമത്തെ പകലിലാണ് മുത്തമ്മിനീങ്ങളെ ഞാനും നിങ്ങളും ഈ സയ്യിദീയ മജ്ലിസിൽ ഈ പ്രഭാത സമയത്ത് നമ്മൾ ഒരുമിച്ചിട്ടുള്ളത് എന്തിനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്? പ്രഭാത സമയത്ത് കാണുന്നവരുണ്ട്, എല്ലാത്ത സമയങ്ങളിൽ നമ്മൾ മജ്ലിസ് കാണുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും നീ തക്കതായ പ്രതിഫലം കൊടുക്കണം അല്ലാഹ്. ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ. ഇന്നലെ തന്നെ ഞാൻ കൺസൾട്ടിങ്ങിൽ ഇരുന്ന സമയത്ത് സഹോദരി പറയാണ്, തങ്ങളെ ഞാൻ മജ്ലിസ് മുടക്കാറില്ല. തങ്ങൾ ആ മജ്ലിസ് കിട്ടിയ ഉടനെ, ഗ്രൂപ്പൊന്നുമില്ലല്ലോ, കിട്ടിയ ഉടനെ തന്നെ ഞാൻ ഷെയർ ചെയ്യാൻ പേരക്കുട്ടിയുടെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. ഇത് മറ്റുള്ളവരിലേക്ക് തങ്ങൾ എത്തിക്കണം എന്ന് പറയാറുണ്ടല്ലോ മജ്ലിസിൽ. ആ സഹോദരിനോട് പറയാണ്, കുറച്ച് പ്രായമുള്ള നമ്മളെ മജ്ലിസിന്റെ മുഹിബ്ബാണ്, നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു പൊന്നുമ്മയാണ്. അല്ലാഹു രോഗങ്ങൾക്ക് ആജിലായ ശിഫ കൊടുക്കണം അല്ലാഹു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടും കൊടുക്കല്ലേ അല്ലാഹ്. പറയാണ് പേരക്കുട്ടിന്റെ അടുത്ത് നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കാനുള്ളത്. അത് ഞാൻ നിൽക്കും, അത് ഞാൻ ഷെയറിന്റെ ആ ബട്ടണിൽ നിൽക്കും. എന്നിട്ട് എൻ്റെ ഗ്രൂപ്പിക്ക്, വാട്സപ്പിക്ക് എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുത്തിട്ട് ഞങ്ങളതിൽ ഇരിക്കല്. അതുകൊണ്ട് എനിക്ക് വലിയ ഗുണം ഉണ്ടായിട്ടുണ്ട്. ഇവിടുന്ന് വലിയ ഗുണം എനിക്കുണ്ടായിട്ടുണ്ട്. എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും ഒരു ഓടി വരും. അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. ഒരാളല്ല കേട്ടോ, ധാരാളം ആളുകൾ അങ്ങനെ ഉണ്ട്. ഇന്നലെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഈ അറിവിന്റെ, ഇൽമിന്റെ ഈ വലിയ മജ്ലിസ്, ഉത്തരം കിട്ടുന്ന വലിയ മജ്ലിസ്, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസ് കിട്ടിയതാണ് ധാരാളം ആളുകൾക്ക്. എന്തുകൊണ്ട്? പാപ്പയുടെ നോട്ടം ഉണ്ടായതുകൊണ്ട്, എന്റെ വല്ലിപ്പാന്റെ ജമലുല്ലൈലിപ്പാപ്പാന്റെ നോട്ടവും അവിടുത്തെ കാവലുണ്ടായതുകൊണ്ട്. അവിടുത്തെ നോട്ടത്തിലാണല്ലോ നമ്മളെ മജ്ലിസ് ഉടനീളം നടന്നു പോകുന്നത്. എപ്പോഴും പോയി നമ്മൾ മജ്ലിസ് കാണുന്നവരോട് ഞാൻ പറയാറുണ്ട്, എപ്പോഴും ഉപ്പാപ്പയുടെ ഹദ്റത്തിലേക്ക് നിങ്ങൾ ഫാത്തിഹ വിളിക്കണേ എന്നും. അത് സ്ഥിരമാക്കുന്നവരുണ്ട്. അവിടുത്തെ കാവലാണ്. അത് നിങ്ങൾക്കുണ്ടാകും. ഞാൻ ഉപ്പാപ്പയോട് ചോദിക്കുന്നത് നിങ്ങളുടെ കാര്യമാണ്. മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഇടങ്ങേറ് പറഞ്ഞിട്ടാണ് ഞാൻ ദുആ ചെയ്യാറ്, ഞാൻ ചോദിക്കാറുള്ളത്. അതിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ഉത്തരം ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു ഇനി ഉത്തരം കൊടുക്കണേ അല്ലാഹ്, നീ കൊടുക്കണേ അല്ലാഹ്. മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ നീ വെറുതെയാക്കല്ലോ. ഇന്നലെ നമ്മൾ മജ്ലിസിൽ പറഞ്ഞതുപോലെ ഹബീബായ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. മുത്തുനബിയുടെ മാസമാണ്. നമ്മളെ കരളിന്റെ കഷ്ണമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം ഹബീബായ തങ്ങളെ വലിയതായി ഇഷ്ടം വെച്ചിരുന്നു. സ്വഹാബത്തുൽ കിറാം ഹബീബായ തങ്ങളെ വലുതായി ഇഷ്ടം വെച്ചിരുന്നു, അല്ലേ? അനസ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ തങ്ങളെ എങ്ങനെയാണ് ഇഷ്ടം വെച്ചത്? ഹബീബായ തങ്ങൾ ഇഷ്ടം വെച്ചത് ഉഹദ് യുദ്ധത്തിലതാ ശത്രുക്കൾ ഉഹദ് മലയുടെ പിറകിൽ നിന്നും ഹബീബായ തങ്ങളെ അമ്പ് കൊണ്ട് ആക്രമിക്കാൻ നിന്ന സമയത്തതാ മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു ഓടി വന്നുകൊണ്ട് ഹബീബായ തങ്ങളങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. ഹബീബായ തങ്ങളെ ചേർത്ത് പിടിച്ചു. അനസ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ തങ്ങളെ ചേർത്ത് പിടിച്ചു. തന്റെ കയ്യിൽ ഒരു വാളൊരു ഭാഗത്തേക്ക് എറിഞ്ഞു, പരിചൊരു ഭാഗത്തേക്ക് എറിഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങളെ ചേർത്ത് പിടിച്ചു. ആ തലഭാഗത്തുനിന്ന് വരുന്ന അമ്പതാ അനസ് തല കൊണ്ട് തടുക്കുകയാണ്. കാൽഭാഗത്തിലേക്ക് വരുന്ന അമ്പതാ അനസ് തങ്ങളെ കാൽ കൊണ്ട് തടുക്കുകയാണ്. ശരീരം മുഴുവൻ അമ്പിനാൽ തറക്കപ്പെട്ട അനസ് റളിയല്ലാഹു തആല
തആല അൻഹു ഉഹദിന്റെ രണാങ്കളത്തിൽ അങ്ങ് ഷഹീദാവുകയാണ്. ഉഹദിന്റെ രണാങ്കളത്തിൽ വെച്ച് അനസ് തങ്ങൾ ഷഹീദായി. ഹബീബായ തങ്ങള് ഈ അമ്പിനാൽ തറക്കപ്പെട്ട സ്വഹാബിയ ഹബീബായ തങ്ങൾക്ക് മനസ്സിലായില്ല, മുത്തനബിക്ക് മനസ്സിലായില്ല. ഹബീബായ തങ്ങൾ മോതിര വിരലെടുത്തുകൊണ്ട് ചോദിച്ച് ഇതാരാണ്, ഇതാരാണ്? അപ്പോൾ ഒരു സ്ത്രീ ഓടി വന്നുകൊണ്ട് പറയുകയാണ്, ഇതെന്റെ ആങ്ങള അനസാണ്. അപ്പോഴാണ് ഹബീബായ തങ്ങളുടെ കണ്ണിൽ നിന്നും കൺബാഷ്പങ്ങൾ ചാലിത്തുവീകാൻ തുടങ്ങി. റസൂലുള്ളാഹിന്റെ മുത്തുനബിയെ ഇത്രയും വട്ടം വെച്ച സഹാബത്തുണ്ടായിരുന്നു. ഞങ്ങളെ ശരീരം വേണ്ട, ഞങ്ങളെ ശരീരം വേണ്ട. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരത്തിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഹബീബ് തങ്ങൾ പറഞ്ഞതാണ്, ഹബീബായ തങ്ങളെ ശരീരത്തിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. തൂക്കിലേറ്റാൻ പറഞ്ഞില്ലേ? തൂക്കിലേറ്റാൻ പറഞ്ഞ സമയത്ത് തങ്ങൾ ഉബൈബ് റളിയല്ലാഹു തആലയോട് ചോദിച്ചു, നിന്റെ പകരം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദാണെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ സങ്കൽപ്പിച്ചാ മതി, ഇനി ഞങ്ങൾ വെറുതെ വിടാം, വെറുതെ വിടാം. അപ്പൊ പറഞ്ഞത് എന്താണ്? അവിടുത്തെ കാലിൽ ഒരു മുള്ളുണ്ടല്ലോ, ചെറിയൊരു കല്ലുണ്ടല്ലോ, അത് തറക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾക്ക് ഇഷ്ടമല്ല. നബി ഒരു പ്രേമിച്ചിരുന്നു, അതൊന്നും നമുക്ക് അവസരം കിട്ടിയിട്ടില്ല. മുത്തുനബിയെ പ്രേമിക്കാൻ നമുക്ക് അവസരം കിട്ടിയിട്ടില്ല. നമുക്ക് അവസരം കിട്ടിയത് എന്താണ്? മുഅ്മിനീങ്ങളെ സ്വലാത്ത് ചൊല്ലാനാണ്. ഇങ്ങനെയുള്ള മജ്ലിസിൽ ഇരുന്നു കൊണ്ട് മുത്തുനബിയുടെ ഹദ്റത്തിലേക്ക് ധാരാളമായി സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അവിടുത്തെ മഹബ്ബത്ത് കൈവരിക്കാനേ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസമാവുമ്പോഴേക്കും നമുക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലണം. റബീഉൽ അവ്വൽ മാസത്തിൽ ധാരാളമായി നമുക്ക് സ്വലാത്തുകൾ അധികരിപ്പിക്കണം. മുഅ്മിനീങ്ങളെ, പടച്ച റബ്ബിന്റെ ഭാഗ്യം നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് ചൊല്ലിക്കോ, സ്വലാത്ത് ചൊല്ലിക്കോ. അതല്ലേ സൂറത്തുൽ അഹ്സാബിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഞാനും എൻ്റെ മലായികത്തുകളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും ചൊല്ലണേ. അതുകൊണ്ട് ചൊല്ലിക്കോ മുഅ്മിനീങ്ങളെ സ്വലാത്ത്, വെറുതെയാക്കണ്ട. ധാരാളമായി സ്വലാത്ത് ചൊല്ലിക്കോ. നമ്മളൊരു മുറാദ് വെച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കോ. അങ്ങനെ ധാരാളം ആളുകൾ മുത്തുനബിയെ വലുതായി ഇഷ്ടം വെച്ചു. അതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച കാലത്ത് ജീവിച്ച ഒരു സ്വഹാബിയാവാൻ കഴിയാത്ത ഒരു താബിഈകളിൽപ്പെട്ട പ്രമുഖനായിരുന്നു. ആര്? വൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു. മുത്തുനബി ജീവിച്ച കാലത്ത് ജീവിച്ച ആളാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തേ സ്വഹാബിയാവാൻ? മുത്തുനബിയെ കണ്ടിട്ടില്ല, കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് മുത്തുനബിയെ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ കഴിയാഞ്ഞത്? പ്രായമുള്ള ഒരു ഉമ്മ ഉണ്ടായിരുന്നു. ആ ഉമ്മയെ ഒഴിവാക്കി, ഉമ്മയെ ധിക്കരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് എത്താൻ ഉവൈസിന് കഴിഞ്ഞിട്ടില്ല. ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിന് കഴിഞ്ഞിട്ടില്ല. കുറേ കാലങ്ങൾ മുത്തുനബിയെ കാണാനുള്ള വലുതായിട്ടം കർണെന്ന ഭാഗത്ത് ജീവിച്ച മഹാനായിരുന്നു ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു. ഹബീബായ തങ്ങളെ കാണാൻ വലുതായി കൊതിച്ചവരായിരുന്നു, വലുതായി മുത്തുനബി ഇട്ടം വെച്ചവരായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ മുത്തുനബിയുടെ മുൻപൽ പൊട്ടിയെന്നറിഞ്ഞപ്പോൾ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു ഒരു പാറക്കല്ലെടുത്തുകൊണ്ട് മൊത്തം ഉവൈസിന്റെ പല്ല് മൊത്തം കുത്തിപ്പൊട്ടിച്ചു. മുത്തുനബിക്കില്ലാത്ത പല്ലെനിക്ക് വേണ്ട, അതാ പറഞ്ഞത്. അത്ര ഇട്ടം വെച്ചു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വലുതായി കൊതിച്ചുപോയി.
ഉവൈസ് കൊതിച്ചുപോയി. ഹബീബായ തങ്ങളെ കാണാൻ വലുതായി കൊതിച്ചുപോയി, വലുതായി പ്രേമിച്ചു പോയി. ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ എനിക്ക് മുത്തുനബിയെ കാണാൻ വലുതായി ആഗ്രഹമുണ്ട്, ഞാൻ പോകട്ടെ, മദീന പട്ടണത്തേക്ക് ഞാൻ പോകട്ടെ, ഞാൻ പോകട്ടെ. അപ്പം ഉമ്മ പറഞ്ഞു, മോനെ എങ്ങാനും പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റക്കല്ലേ, ഞാനിവിടെ ഒറ്റക്കല്ലേ. ഇപ്പത്തെ കാലത്ത് ഫോൺ വിളിച്ച് വാട്സപ്പിലൂടെ വീഡിയോ കോൾ ചെയ്യണം സംവിധാനങ്ങളൊന്നുമില്ല. വയസ്സ് നടക്കണം. കർണെന്ന ഭാഗത്ത് നിന്ന് മദീനയിലേക്ക് നടന്ന് 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 മാസങ്ങളാവും മുത്തുനബിയുടെ ചാരത്തെത്തണമെങ്കിൽ. അവിടെ നിന്ന് നടന്ന് 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 മാസങ്ങളാവും ഇവിടെ എത്തണമെങ്കിൽ, ഒരു കൊല്ലമെങ്കിലും എടുക്കും. അപ്പോൾ ഉമ്മ പറഞ്ഞതാണ് എന്ത്? ഉമ്മ പറയപ്പോൾ നിങ്ങൾ എന്ത് വിട്ടൂടെ, ഉമ്മാക്കെന്ത് വിട്ടൂടെ, എന്തൊന്ന് കണ്ടുപോയി വരാനല്ലുള്ളൂ. ഇന്നത്തെ പോലെ മക്കയിലും മദീനയിലും ഒരു ദിവസം കൊണ്ടല്ല 8 മണിക്കൂർ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ കഴിയില്ലല്ലോ അന്നത്തെ കാലത്ത്. അതുകൊണ്ട് കൊല്ലങ്ങളെടുക്കും വയസ്സ് ഉമ്മയുടെ അരികിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രായമായ ഉമ്മയാണ്, നീ എങ്ങാനും പോയാൽ എനിക്ക് നിന്നെ പിടിച്ചു വെക്കാൻ കഴിയൂല. പക്ഷെ നീ എങ്ങാനും പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കല്ല മോനെ, ഞാൻ ഒറ്റക്കല്ലേ, വലിയ പ്രയാസത്തിലാകും. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ആരാണ് എന്നെ സഹായിക്കാനുള്ളത്? ആരുമില്ലല്ലോ. ഇത് കേട്ട് ഉമ്മയുടെ ഈ ഒരു കാര്യം കേട്ട് ഉവൈസ് നിന്നു. പിന്നീടും ചോദിച്ചു, ഉമ്മ ഞാൻ പോകട്ടെ, എനിക്ക് വലിയ കൊതിയുണ്ട്. ഉമ്മ പറഞ്ഞു, അപ്പോഴും എനിക്ക് പ്രായമേറി വരികയല്ല മോനെ, എങ്ങാനും പോയി കഴിഞ്ഞാൽ വലിയ പ്രയാസത്തിലാവും. വയസ്സ് കരയാൻ തുടങ്ങി, കണ്ണിൽ നിന്ന് കൺബാഷ്പങ്ങൾ, കണ്ണിൽ നിന്ന് കൺബാഷ്പങ്ങൾ പൊട്ടിയൊലിക്കാൻ തുടങ്ങി, പൊട്ടിയൊലിക്കാൻ തുടങ്ങി. മുത്തുനബിയെ കാണാനുള്ള അവസരമില്ല. ഉമ്മ പറയുന്നതും കേട്ട് ആ വീട്ടിലങ്ങിരുന്നു വയസ്സ്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞു പോയി. വയസ്സ് വിതുമ്പാൻ തുടങ്ങി, വയസ്സ് പൊട്ടി പൊട്ടി പൊട്ടിക്കരയാൻ തുടങ്ങി. അത്രയും മുത്തുനബിയെ സ്നേഹിച്ച തഹബികളിൽപ്പെട്ട പ്രമുഖനായിരുന്നു വയസ്സ്. അത്രയും മുത്തുനബിയെ സ്നേഹിച്ചിരുന്നു, വലുതായിട്ടം വച്ചിരുന്നു. ഉമ്മയുടെ കാര്യം നോക്കിക്കൊണ്ട് വീട്ടിലിരുന്നത് കാരണത്താൽ വയസ്സിന് സുൽത്താനെ കാണാൻ കഴിഞ്ഞില്ല. ഹബീബായ തങ്ങള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവോട് പറയാണ്, അങ്ങനെങ്ങാനും ഉവൈസിനെ കണ്ടു കഴിഞ്ഞാൽ പുറത്തൊരു ദിർഹമിന്റെ ഒരു നാണയത്തിന്റെ വലുപ്പത്തിലുള്ള ഒരു പാടുണ്ടാകും. അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടി കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, എനിക്ക് പുറത്തു തരാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ആലോചിച്ച് നോക്കി, ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവോട് ദുആ ചെയ്യാൻ പറയാണ് ആര്? അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. അബൂബക്കർ തങ്ങൾ ചോദിച്ചു, എല്ലാ ഹജ്ജിന്റെ വേളയിലും ചോദിച്ചു, ഉവൈസുൽ ഖർൻ എന്ന കർണ് ഭാഗത്തു നിന്ന് വന്ന യമനിലാണ് കർണ്, യമനിൽ നിന്ന് വന്ന കർണ് ഭാഗത്തിൽ നിന്ന് ഉവൈസ് ഉണ്ടോ ഈ കൂട്ടത്തിൽ? ആരും പറഞ്ഞു ഞങ്ങൾക്കറിയില്ല. അങ്ങനെ അബൂബക്കർ തങ്ങളെ കാലം കഴിഞ്ഞുപോയി. പിന്നെ വന്നത് ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ഉമർ തങ്ങളും അതുപോലെ ചോദിച്ചു, കർണ് ഭാഗത്തിൽ നിന്ന് വന്ന യമനിൽ നിന്നുള്ള കർണ് ഭാഗത്തിൽ നിന്ന് ഒരു ഉവൈസ് ഉണ്ടോ? ഫസ്റ്റത്തെ ഹജ്ജിന്റെ വേളയിൽ ആരുമില്ല, അങ്ങോട്ടും മുഖം തിരിച്ച് അത് കഴിഞ്ഞുപോയി. 2ാമത്തെ ഹജ്ജിന്റെ വേളയിൽ ചോദിക്കുകയാണ്, കർണ് ഭാഗത്തിൽ നിന്ന് ഉവൈസ് ഉണ്ടോ? ഒരു കൂട്ടം ചെറുപ്പക്കാര് പറഞ്ഞു, അവര് കർണ് ഭാഗത്തിൽ നിന്നാണ് ഹജ്ജിന് വന്നിട്ടുള്ളത്, യമനിലെ കർണ് ഭാഗത്തിൽ നിന്നാണ് ഹജ്ജിന് വന്നിട്ടുള്ളത്. അവര് പറഞ്ഞു, നമ്മളെ നാട്ടിലുള്ള ആ പാവപ്പെട്ട ഒരു ഫക്കീറായ വസ്ത്രമൊക്കെ കീറിയ ആ ആടിന് മേൽക്കുന്ന ആ ഉവൈസിനെ പറ്റിയാണോ അമീറുൽ മുഅ്മിനീൻ പറയുന്നത്? അവർക്ക് സംശയം.
അവർക്ക് ശക്കുണ്ടായി. എന്നിട്ട് ആ ചെറുപ്പക്കാര് അതന്നെ ആയിരിക്കുമോ, ഞങ്ങൾ പറഞ്ഞു നോക്കാം, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വോയിസ് ഉണ്ടെന്ന്. അങ്ങനെ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാവിന്റെ അടുത്തേക്ക് ആ ചെറുപ്പക്കാര് നടന്നു നീങ്ങുകയാണ്. അവർ പറയാണ്, ഞങ്ങളുടെ നാട്ടിലുണ്ട് ഇങ്ങനെ ആട് മേക്കാൻ പോകുന്ന ഒരു വോയിസ് എന്ന. ഞങ്ങൾ അങ്ങ് പറയുന്ന ഒരാളാവൂല, കാരണം അദ്ദേഹം ഒരു ഫഖീറാണ്, അങ്ങ് ചോദിക്കാനുള്ള ഒരു ദർജൊന്നും അദ്ദേഹത്തിനില്ല. അമീറുൽ മുഅ്മിനീൻ, അങ്ങ് ചോദിക്കാനുള്ള ഒരു ദർജൊന്നും അദ്ദേഹത്തിന്, ഞങ്ങളെയൊക്കെ തെറ്റുപറ്റിയതാവും എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാർ പറഞ്ഞു. അങ്ങനെ ഉടനെ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല കുതിരെടുത്തു, പടയാളികളെയും കൂട്ടിക്കൊണ്ട് കർണിലേക്ക് സഞ്ചരിക്കുകയാണ്, യമനിലേക്ക് സഞ്ചരിക്കുകയാണ്. യമനിലെത്തി കർണ് ഭാഗത്തെത്തിയ സമയത്ത് കുന്നിൻ ചെരുവിലതാ ഉവൈസ് ആട് മേൽക്കുകയാണ്. അങ്ങനെ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു ഉമ്മയുണ്ടോ? ഉണ്ടായിരുന്നു. ഉമ്മ മരണപ്പെട്ടു പോയി. നിങ്ങളുടെ ഭാഗത്ത്, നിങ്ങളുടെ പുറത്ത് വലിയൊരു പാടുണ്ടായിരുന്നു. ഇപ്പൊ അത് ഒരു നാണയത്തിന്റെ തുണ്ടിലെത്തിയിട്ടുണ്ട്. തുണ്ടിൽ ഒരു നാണയത്തിന്റെ വലുപ്പത്തിലാണോ ഉള്ളത്? അദ്ദേഹം പുറം കാണിച്ചു കൊടുത്തപ്പോ അതന്നെ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്ത അടയാളാണിത്. അപ്പൊ ഉമർ തങ്ങൾ പറയാണ്, കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ഉമർ തങ്ങൾ പറയാണ്, എന്റെ പാപങ്ങൾ പൊറുക്കാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. കണ്ട ചെറുപ്പക്കാർ നെട്ടിപ്പോയി, കോരിത്തരിച്ചു. ആലോചിച്ച് നോക്കി, അർഹമായ സ്ഥാനം അള്ളാഹു കൊടുക്കുകയാണ്, ഉവൈസിന് അള്ളാഹു കൊടുക്കുകയാണ്. എന്തുകൊണ്ട്? ഉമ്മയെ സ്നേഹിച്ചു. ഉമ്മ ഒരു ഭാഗത്ത് റസൂലുള്ളാഹി, ഒരു ഭാഗത്ത് ഉമ്മ. ആരടുത്തേക്ക് പോകണം? ഉമ്മാനെ ഉപേക്ഷിക്കാതെ അവിടെ നിന്നു. അള്ളാഹു വലിയ സ്ഥാനം കൊടുത്തു, റസൂലുള്ളാഹി വലിയ സ്ഥാനം കൊടുത്തു പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഉമ്മാനെ സ്നേഹിച്ചതുകൊണ്ട് റസൂലുള്ളാഹിനെ ഏത് ഭാഗത്ത് നമ്മൾ സ്നേഹിച്ചാലും അവിടേക്ക് എത്തും. അവിടുത്തെ നമ്മൾ കൊടുക്കുന്ന മഹബ്ബത്ത് അവിടേക്ക് എത്തുക തന്നെ ചെയ്യുമെന്ന് മുഅ്മിനീങ്ങളെ. ചൊല്ലിക്കോ, സ്വലാത്ത് ചൊല്ലിയാൽ നബി സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് അടുക്കാനും ആ റബീഉൽ അവ്വൽ മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ, ധാരാളം അമലുകൾ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹുവേ ഈ ഭാഗ്യം നൽകണേ. അല്ലാഹ് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾ മജ്ലിസിലേക്ക് കടക്കാണ്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദീർഘിച്ചു പോയി. ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ മജ്ലിസിലേക്ക് കടക്കാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഹദ്റതി ഹബീബിനാ വശഫീഇനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب الرباني والعوس الصمداني ملادنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين
أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفاعي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا فقر الدين باب السلواري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سلطان الهند خواجة معين الدين الجسطير الأجميري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي با حسن جمل الليل كدلندي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سيم مدوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إن شاء الله നമുക്ക് ദിക്റിന്റെ മജ്ലിസിലേക്ക് കടക്കാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ചൊല്ലുക. എൻ്റെ കൂടെ ചൊല്ലുക, എൻ്റെ കൂടെ ചൊല്ലുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ദിക്റിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജദ്ദിദൂ ഈമാനകും വനവ്വിറൂ ഖുലൂബകും വസയ്യിനൂ അൽസനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ
ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ധാരാളം ആളുകൾ പല ഉദ്ദേശം വെച്ച് മജ്ലിസിൽ ഇരിക്കുന്നവരുണ്ട് അല്ലാഹ്, അവരെ മുറാദുകൾ നീ ഹസ്നാക്കണേ അല്ലാഹ്. ഈ ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്തുണ്ടല്ലോ, പ്രയാസം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, എല്ലാ ഇടങ്ങേറും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, എല്ലാ ബലാകളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്, എല്ലാ മുസീബത്തുകളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ വലിയ ഐശ്വര്യം അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്, വലിയ സലാമത്തേകണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ കൊയക്കല്ല അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ചൊല്ലിക്കോ, എൻ്റെ കൂടെ ചൊല്ലിക്കോ. യാ ഹയ്യു യാ ഖയ്യൂം 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 യാ ഹയ്യു യാ ഖയ്യൂം. അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു ഈ ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ മുറാദും നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. ഈ പ്രഭാത സമയത്ത് ഇതാ ഞങ്ങളിതാ നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നു അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ദിക്ർ ചൊല്ലുന്നു അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ പരാജിതരിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്, നീ വിജയം നൽകണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിനെ അല്ലാഹ് അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹു എല്ലാവരുടെയും മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ധാരാളം രോഗികൾ
രോഗികളുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് നീയാണ് ഷാഫിഉ തമ്പുരാനെ, നീയാണ് ഷാഫിഉ തമ്പുരാനെ, നീയാണ് ഷാഫിഉ തമ്പുരാനെ. നീ ശിഫയേകണേ അല്ലാഹ്. ആജിലായ കാമിലായ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അടുത്ത ദിക്ർ ചൊല്ലിക്കോ, എൻ്റെ കൂടെ ചൊല്ലിക്കോ. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, അല്ലാഹുവേ ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ ദീനിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്, നീ നിർത്തണേ അല്ലാഹ്. ഞങ്ങളെ പരാജിതരിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്, പിഴച്ചു പോകുന്നവരിൽ ഞങ്ങളെ നീ ചേർക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നവരിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ചേർക്കല്ലേ അല്ലാഹ്. അടിയാറുകൾക്ക് പുറത്തു നൽകണേ അല്ലാഹ്, അടിയാറുകൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്, അടിയാറുകൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നീ കാത്തോളണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ പരാജയം നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. നീ വിജയികളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, നീ വിജയികളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, നീ വിജയികളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്തത് ഒരു ഇസ്തിഗ്ഫാറാണ്. ചൊല്ലിക്കോ, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങളെ നീ പുറത്തു നൽകണേ അല്ലാഹ്, നീ മാപ്പ് നൽകണേ അല്ലാഹ്. ചൊല്ലിക്കോ ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ العظيم أستغفر الله 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 العظيم
അസ്തഗ്ഫിറുല്ലാഹൽ അസീം 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 അർഹമർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഈ ഇസ്തിഗ്ഫാറിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി കളയണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഹൃദയത്തിൽ അല്ലാഹ് കിബ്ർ നൽകല്ല അല്ലാഹ്, ഹസദ് നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു നൽകണേ അല്ലാഹ്, അഫു നൽകണേ അല്ലാഹ്, മാപ്പേകണേ അല്ലാഹ്, മാപ്പേകണേ അല്ലാഹ്, മാപ്പേകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് സ്വലാത്തുൽ ഫാത്തിഹ. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ഏറ്റു ചൊല്ലിക്കോ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ സകലമായ മുറാദും നീ ഹസ്സലാക്കണേ അല്ലാഹ്, ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم
صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك
المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ സലാത്തുൽ ഫാത്തിഹയെ അല്ലാഹുവേ ആരംഭപ്പുവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. അതിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ ചെറുതും വലുതുമായ എല്ലാ മുറാദും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്, നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ തളർത്തല്ല അല്ലാഹ്, നീ കൊയക്കല്ല അല്ലാഹ്, നീ കൊയക്കല്ല അല്ലാഹ്. അല്ലാഹുവേ 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 നരകമോചിതരിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ അല്ലാഹ്. ഈ സ്വലാത്തിന്റെ ഈ മഹത്താക്കപ്പെട്ട മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാവലുള്ള മജ്ലിസ്, അവിടുത്തെ നോട്ടമുള്ള മജ്ലിസ്, അവിടുത്തെ ഇജാസത്തുള്ള മജ്ലിസ് അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അവിടുത്തെ പേരക്കിണാവായ ഇന്തോനേഷ്യയിലെ ചീന സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ച് കേരളക്കരയിലെത്തിയ മഹാനായ ഖുത്ബ് ഹസൻ ജമലുൽ പാപ്പയുടെ നോട്ടമുള്ള ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിന്റെ കമന്റ് സെക്ഷനിൽ വന്ന കുറച്ച് ദുആ വസിയത്തുകൾ വായിച്ച് നമുക്ക് കൂട്ടമായി ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ഇരുലോക വിജയത്തിനും അന്ത്യം നന്നാവാനും ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള ഭാഗ്യമുണ്ടാവാനും തങ്ങൾ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഇരുലോക വിജയികളിൽ ചേർക്കണം അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളാവാൻ, ഹാഫിളീങ്ങളാവാൻ, ആലിമീങ്ങളാവാൻ ഞങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു മക്കളെ സ്വാലിഹീങ്ങളും ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കി കൊടുക്കണേ തമ്പുരാനേ. ഉസ്താദേ മക്കൾ സ്വാലിഹീങ്ങളാവാനും പഠനത്തിൽ മുന്നേറ്റം കിട്ടുവാനും ഖൈറായൊരു വീടിന് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുവേ മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണം അല്ലാഹ്. ഖൈറായ വീട് എത്രയും പെട്ടെന്ന് അല്ലാഹുവേ നീ അടുപ്പിച്ചു കൊടുക്കണം അല്ലാഹ്, നീ അടുപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. മകന്റെയും ആങ്ങളുടെയും മകളുടെയും കുട്ടികൾ നല്ല റാഹത്തായി വളരാനും അവർക്ക് ബർക്കത്തുണ്ടാവാൻ ദുആ ചെയ്യണം ഞങ്ങളെ. അല്ലാഹുവേ ജീവിതത്തിൽ ബർക്കത്ത് കൊടുക്കണം അല്ലാഹ്, മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണം അല്ലാഹ്. ഖൈറായ എല്ലാ മുറാദുകളും ഹാസിലാവാനും സന്തോഷത്തിൽ കഴിഞ്ഞുകൂടാനും നമ്മൾ ദുആ ചെയ്യണം. സുഖമില്ല, ദുബായിൽ വന്നത് 1 മാസത്തിനായിരുന്നു. ഷുഗറും പ്രഷറും കൂടിയിട്ടുണ്ട്, വലിയ പ്രയാസത്തിലാണ്. എല്ലാ മജ്ലിസിലും പങ്കെടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ ഖൈർ കൊടുക്കണം അല്ലാഹ്, ഖൈർ കൊടുക്കണം അല്ലാഹ്. ജീവിത വിജയികളിൽ ചേർക്കണം അല്ലാഹ്. അസുഖങ്ങൾ ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണം അല്ലാഹ്. മക്കൾക്ക് ഖൈറായ കല്യാണം ശരിയാവാനും കടങ്ങൾ വീടി മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനും മക്കൾ സ്വാലിഹീങ്ങളായി വളരാനും തങ്ങളുപ്പ പ്രത്യേകം ദുആ ചെയ്യണേ. അല്ലാഹുവേ മക്കൾക്ക് ഖൈറായ ഇണകളെ നീ അടുപ്പിക്കണം അല്ലാഹ്, സ്വാലിഹീങ്ങളിൽ ചേർക്കണം അല്ലാഹ്. 2 ഷോൾഡറിനും ഭയങ്കര ചൂടാണ്. എന്ത് അസുഖമാണെങ്കിലും പരിപൂർണമായി മാറാൻ പ്രത്യേകം ദുആ ചെയ്യണേ. അല്ലാഹുവേ ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണം അല്ലാഹ്. മാരകമായ രോഗം നിന്ന് പരീക്ഷിക്കല്ല തമ്പുരാനെ. തങ്ങളെ ഭർത്താവിന്റെ സ്വഭാവം നന്നാവാനും നല്ലൊരു മനസ്സ്, നല്ലൊരു സ്നേഹമുള്ള ഭർത്താവാൻ ദുആ ചെയ്യണേ. അല്ലാഹു ഭർത്താവിന് നല്ല മനസ്സ് കൊടുക്കണം അല്ലാഹ്, നല്ല സ്നേഹം കൊടുക്കണേ തമ്പുരാനെ. മുറാദുകൾ ഹാസിലാവാൻ, വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ, മോന് ഖൈറായ ജോലി വേഗം ശരിയായി കിട്ടാൻ ദുആ ചെയ്യണേ. അല്ലാഹു വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കണം അല്ലാഹ്. മോന് ഖൈറായ ജോലി എത്രയും
എത്രയും പെട്ടെന്ന് നീ അടുപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഞങ്ങളെ എല്ലാ പ്രയാസവും രോഗവും എല്ലാം മാറിക്കിട്ടാൻ ഞങ്ങൾ ദുആ ചെയ്യണേ. പ്രയാസങ്ങളും രോഗങ്ങളും അല്ലാഹു നീ ശിഫ കൊടുക്കണം അല്ലാഹ്. ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ ഞങ്ങൾ ദുആ ചെയ്യണേ. ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കണേ തമ്പുരാനെ. മക്കളെ കൊണ്ട് വളരെ വളരെ വിഷമത്തിലാണ്, ഞങ്ങളിപ്പോ പ്രത്യേകമായി ദുആ ചെയ്യണേ. അല്ലാഹുവേ മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണം അല്ലാഹ്. നല്ല പൊന്നുമക്കളാക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹ് മോന്റെ ഇന്റർവ്യൂ ഉണ്ട്, തങ്ങളെ ദുആ ചെയ്യണേ. പാസ്സായി കിട്ടാൻ ഒരു ഹൈറായ ജോലി എത്രയും പെട്ടെന്ന് അടുപ്പിച്ച് കിട്ടാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ ഇന്റർവ്യൂവിൽ നീ വിജയം കൊടുക്കണല്ലോ. ഹൈറായ ജോലി എത്രയും പെട്ടെന്ന് നീ അടുപ്പിക്കണല്ലോ. എല്ലാ കാര്യങ്ങളും ഹൈറായി നടക്കാൻ ദുആ ചെയ്യണേ. അല്ലാഹു എല്ലാ കാര്യം നീ ഹൈറായി കൊടുക്കുക, ഹൈറാക്കണേ അല്ലാഹ്. എൻ്റെ മോൻക്ക് നല്ല ഹൈറായ ജോലി കിട്ടാൻ തങ്ങളെ ദുആ ചെയ്യണേ. മോൻക്ക് ഹൈറായ ജോലി കൊടുക്കണം അല്ലാഹ്. ഭർത്താവിൻ്റെ അസുഖങ്ങളും ഭർത്താവിൻ്റെ അസുഖം മാറാനും കടങ്ങൾ വിടാനും ദുആ ചെയ്യണേ. ഭർത്താവിൻ്റെ അസുഖം നീ മാറ്റി കൊടുക്കണമല്ലോ. കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണമല്ലോ. എൻ്റെ മോൻക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ജോലി റെഡിയാകാൻ ദുആ ചെയ്യണേ. അല്ലാഹു ഹൈറായ ജോലി എത്രയും പെട്ടെന്ന് നീ അടുപ്പിക്കണം അല്ലാഹ്. തങ്ങളെ ഞാൻ അവിടെ വന്നിരുന്നു, വിളിച്ചിരുന്നു. ഇന്നാണ് മകൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് പരീക്ഷയുണ്ട്. പാസ്സാവാൻ ഹൈറായ ജോലി വേഗം ശരിയായി കിട്ടാൻ ഞങ്ങളെ ദുആ ചെയ്യണേ. അല്ലാഹു ഹൈറായ ജോലി എത്രയും പെട്ടെന്ന് നീ അടുപ്പിക്കണം അല്ലാഹ്. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ ധാരാളം. അല്ലാഹു എല്ലാവരുടെയും സകലമായ ചെറുതും വലുതുമായി എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണം അല്ലാഹ്. മജ്ലിസിലേക്ക് എഴുതാൻ അറിയാത്തവർ, നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ഉമ്മമാരും ധാരാളം സഹോദരന്മാര് ധാരാളം സഹോദരിമാരുണ്ട്. അല്ലാഹുവേ എല്ലാവരുടെയും മുറാദ് നീ ഹാസിലാക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ നീ കൊയക്കല്ലോ അല്ലാഹ്. ഞങ്ങളെ ഉപ്പാപ്പമാരുടെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് നീ കൊയക്കല്ല തമ്പുരാനെ. ഒരു നിലക്കും കൊയക്കല്ലോ അല്ലാഹ്. ഒരു നിലക്കും നീ കൊയക്കല്ല അല്ലാഹ്. കൊയങ്ങിയിട്ടില്ല, ആരും കൊയങ്ങിയിട്ടില്ല. ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ എൻ്റെ മരണം വരെ ഈ മജ്ലിസുമായി മുന്നോട്ട് പോകാൻ നീ ഭാഗ്യം നൽകണം അല്ലാഹ്. നീ തൗഫീഖ് തന്നെ അനുഗ്രഹിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോകണം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ-ഫാത്തിഹി ലിമാ ഉലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. യാ റഹ്മാൻ യാ അല്ലാഹ്, യാ മലിക് യാ അല്ലാഹ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ സലാം യാ അല്ലാഹ്, യാ മുഅ്മിൻ യാ അല്ലാഹ്, യാ മുഅയ്മിൻ യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്, യാ ജബ്ബാർ യാ അല്ലാഹ്, യാ മുതകബ്ബിർ യാ അല്ലാഹ്, യാ ഖാലിഖ് യാ അല്ലാഹ്, യാ റാഫിഅ യാ അല്ലാഹ്, യാ മുദിൽ യാ അല്ലാഹ്, യാ സമീഅ യാ അല്ലാഹ്, യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ അല്ലാഹ്. അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, അടിമകളായി ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. നീ ഖൈബാക്കി
ഹറാമാക്കി തട്ടിക്കളയല്ലേ അല്ലാ. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാ. ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാ. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാ. ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാ ഞങ്ങളിതാ എന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാ. ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാ. ധാരാളം മുറാദുകൾ അവർ തങ്ങളെ ദുആ ചെയ്യണേ. മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണേ എന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദ് അല്ലാ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ. നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാ. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ. അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ. ജോലി ഉള്ളവർക്ക് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അവരെ സ്വഭാവങ്ങളെ നന്നാക്കണേ അല്ലാ. അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാ. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാ. എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാ. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാ. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ ഈ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാ. നീ കൊടുക്കല്ലേ അല്ലാ. റൗഡികളാക്കല്ലേ അല്ലാ. തമ്മാടികളാക്കല്ലേ അല്ലാ. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാ. മക്കളാക്കണേ അല്ലാ. മക്കളാക്കണേ അല്ലാ. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ. ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട്. തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളെ അല്ലാ നീ തട്ടി മാറ്റല്ലേ അല്ലാ. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ. സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ. നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാ. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ. 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു. ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ. നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ ഞങ്ങളെ നന്നാക്കണേ അല്ലാ.
അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാഹ്. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിൽ അല്ലാഹ് ഒരു രോഗവും നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ അല്ലാഹ്. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലി പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹ് ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാഹ്. മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാഹ്. സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാഹ്. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാഹ്. നീ തളർത്തല്ലേ അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ലേ അല്ലാഹ്. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാഹ്. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്ക് നീ കൊടുക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാഹ്. അവർക്ക് കൊടുക്കല്ലേ അല്ലാഹ്. നീ കൊടുക്കല്ലേ തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ. ഇഖാമ റെഡിയായിട്ടില്ല. ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. എൻ്റെ ദ്വീപുകാരൻ നീ കൊയക്കല്ല അല്ലാഹ്. നീ തളർത്തല്ല അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ. അവരെ കൊയക്കല്ല അല്ലാഹ്. നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാഹ് ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാഹ്. അവരെ നീ കൊയക്കല്ല അല്ലാഹ്. അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്. അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്. ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാഹ്. നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാഹ്.
മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ്. അല്ലാഹ് 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ലി സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. എത്തിക്കണേ അല്ലാഹ്. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്. ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണം അല്ലാഹ്. ഖബറിൽ കൂട്ടാളിയാക്കണം അല്ലാഹ്. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാഹ്. വിശാല നൽകണേ അല്ലാഹ്. വിശാല നൽകണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. നിങ്ങളെ വീടിന്റെ ഇമ്പരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ. ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ. ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് കൊണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ. എന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ. നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ. അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം 2 കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാഹ്. ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ മുൽക്കി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.